തിരുവനന്തപുരത്ത് നിരവധി പ്രതിമയുണ്ട്. അതിന് മുമ്പിൽ ഏതിൻ്റെ മുമ്പിലും ഇങ്ങനെ ഒരു ഫൗണ്ടൻ വെച്ചിട്ടില്ല. ഇത് അശാസ്ത്രീയമായ ഒരു തീരുമാനമാണെന്ന് മാത്രമല്ല, ഇതൊരു ഇൻസെൻസിറ്റിവിറ്റി കാണിക്കുന്ന ഞങ്ങളിവിടെ നിൽക്കുന്നത് ശരിക്കും ഒരു ഡിസ്ഗ്രേസായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 10 വർഷം മുമ്പ് ഉപരാഷ്ട്രപതി ഡൽഹിയിൽ നിന്ന് വന്ന് സ്ഥാപിച്ച പ്രതിമ ആനി മസ്ക്രീൻ്റെ പേരിൽ നമ്മളുടെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സ്വതന്ത്ര സംഘർഷം നയിക്കുന്ന പോരാളിയായ ആനി മസ്ക്രീനിൻ്റെ പ്രതിമയുടെ മുമ്പിൽ അനാവശ്യമായിട്ട് ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റിൻ്റെ പേരിൽ ഒരു ഫൗണ്ടൻ കെട്ടിയിരിക്കുന്നു. അതിൻ്റെ ഒപ്പം ആനി മസ്ക്രീനിൻ്റെ ദേഹവും മുഖമൊക്കെ ഒബ്സ്ക്യൂർ ചെയ്യുന്നൊരു രീതിയിലാണ് ഈ ഫൗണ്ടൻ കെട്ടിയിരിക്കുന്നത് തൊട്ട് പ്രതിമയുടെ മുമ്പിൽ. അത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. തിരുവനന്തപുരത്ത് നിരവധി പ്രതിമയുണ്ട്. അതിന് മുമ്പിൽ ഏതിൻ്റെ മുമ്പിലും ഇങ്ങനെ ഒരു ഫൗണ്ടൻ വെച്ചിട്ടില്ല. ഇത് അശാസ്ത്രീയമായ ഒരു തീരുമാനമാണെന്ന് മാത്രമല്ല, ഇതൊരു ഇൻസെൻസിറ്റിവിറ്റി കാണിക്കുന്ന തീരുമാനമാണ്. ആദ്യത്തെ മഹിളാ ലെജിസ്ലേറ്റർ ആയിരുന്നു ആനി മസ്ക്രീൻ. തിരുവിതാംകൂർ അസംബ്ലിയിൽ 15 പേര് കൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒന്നായിരുന്നു ആനി മസ്ക്രീൻ മഹിളകളുടെ ഇടയിൽ. ആദ്യത്തെ ലോക്സഭയിൽ ആകെ 10 മഹിളയെ തിരഞ്ഞെടുത്ത് ജയിച്ചുള്ളൂ. അതിലത്തെ ഒന്ന് ആനി മസ്ക്രീൻ ആയിരുന്നു. ഇങ്ങനെ ഒരു മഹാൻ വ്യക്തി അപമാനിക്കുന്ന ഒരു കാര്യം ചെയ്യരുതെന്നാണ് നമ്മൾ അഭ്യർത്ഥനം. ഒരിക്കലും കൂടി ഞാൻ മേയറേയും നമ്മുടെ നഗരത്തിൻ്റെ അതോറിറ്റീസിനെ അഭ്യർത്ഥിക്കുന്നു. ഉടനെ ഇതിനെ ടൂറിസം മിനിസ്റ്ററും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അഭ്യർത്ഥിക്കുന്നു. ഇതിനെ ഉടനെ മാറ്റിയിട്ട് വേറെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഈ ആനി മസ്ക്രീൻ്റെ മുമ്പിൽ വെക്കുന്നത് വലിയൊരു തെറ്റാണെന്ന് ഒരിക്കലും കൂടി നമ്മളുടെ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ പിന്തുണയോടെ ഞാൻ അവരുടെ പ്രതിനിധിയായിട്ടും ഈ നഗരത്തിന് പ്രതിനിധിയായിട്ടും എൻ്റെ ഡിമാൻഡ് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.